ആ മോളേടി, ആ കറിക്കകത്തെ ചിക്കൻ കറിക്കകത്ത് തേങ്ങ വറുത്തരച്ചോ അതോ വെറുതെ മസാല ഇട്ട് വെക്കുവാണോ നീ? അയ്യേ അമ്മ, അതൊക്കെ പഴയ സ്റ്റൈലല്ലേ. ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് തോന്നുന്നത് യൂട്യൂബിൽ നോക്കി ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ചേർക്കുന്ന കശുവണ്ടി പേസ്റ്റും ക്രീമും ഒക്കെ നല്ല സൂപ്പർ രുചിയായിരിക്കും. ക്രീമോ? കശുവണ്ടിയോ? അതൊക്കെ ഇട്ടാൽ അത് പായസം പോലെ ഇരിക്കത്തില്ലേ മോളെ ചിക്കൻ കറിയിലൊക്കെ? നമ്മുടെ ആ പഴയ കറി പോലെ വെച്ചുകൂടെ? വറുത്തരച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ മണവും ഗുണവും ഒക്കെ ഈ കറിക്ക് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഉമ്മ, എന്നും നമ്മൾ ഒരേ സ്റ്റൈൽ കറിയല്ലേ കൂട്ടുന്നത്, മടുപ്പ് വരത്തില്ലേ? ഇതിപ്പോൾ ഒന്നൊക്കെ മാറ്റി പിടിച്ച് നോക്കാം. ഈ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഇക്കയും കൂടെ വരുന്നൊരു ദിവസമല്ലേ, ഇക്കൊക്കെ ഒന്ന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം എന്ന് കരുതിയതാ. നിൻ്റെ ഇക്കാക്കേ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന കറിയൊക്കെ ഉണ്ടെങ്കിലേ നിൻ്റെ ഭർത്താവിന് ചോറ് ഇറങ്ങത്തുള്ളൂ. അത് നിനക്ക് അറിഞ്ഞൂടെ? നീ ഇതൊക്കെ വെറുതെ ചെയ്യുന്ന വെറും ഷോയാ. അവസാനം കുഴിയാന പരുവത്തിലിരുന്ന് ഞാൻ ഇതൊക്കെ തിന്നേണ്ടി വരും. വെറുതെ ഇത് വേസ്റ്റ് ആകത്തേ ഉള്ളൂ. ആ, അല്ലെങ്കിൽ ഉമ്മ, നമുക്കൊരു കാര്യം ചെയ്യും. ഉമ്മയുടെ രീതിയിൽ തന്നെ ഉമ്മ കറി ഉണ്ടാക്കും, ഞാൻ ഈ രീതിയിലും കറി ഉണ്ടാക്കാം. എന്നിട്ട് ഇക്ക ഏതാണോ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ കറിയാണോ അത് ഉമ്മ ഉണ്ടാക്കുന്ന കറിയാണോ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് സമ്മതമാണോ? ഓ, അപ്പൊ നീ എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓക്കെ, സമ്മതിച്ച്. പക്ഷേ നീ എങ്ങാണം തോറ്റു പോയാൽ നാളെ മുതൽ ഞാൻ പറയുന്നത് പോലെ ഈ അടുക്കള നീ പാചകം ചെയ്യാവുള്ളൂ. സമ്മതമാണോ? സമ്മതം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ ആ പഴയ മസാലക്കൂട്ടുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തരണം. ഉമ്മ അത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ആരെല്ലാം ചോദിച്ചാലും ഉമ്മ അത് പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ എനിക്കത് പറഞ്ഞു തരണം. ഓക്കെ ആണോ ഉമ്മ? ആ, അതിനെന്താ? നീ ജയിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നീ ജയിക്കാൻ ഇച്ചിരി പാടുപെടും മോളെ. ആ, എന്തെങ്കിലും ആട്ടെ. അപ്പം നീ പറഞ്ഞതുപോലെ നിൻ്റെ രീതിയിൽ നീയും ഉണ്ടാക്കും, എൻ്റെ രീതിയിൽ ഞാനും ഉണ്ടാക്കും. അപ്പോൾ തുടങ്ങാം. ശരി.